ഹലോ നമസ്കാരം. എന്തെല്ലാം വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഇന്ന് നമുക്ക് നമ്മുടെ വാഹനത്തിലെ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിലെ അല്ലെങ്കിൽ ഫ്യൂൽ ഡെലിവറി സിസ്റ്റത്തിലെ ഒരു പ്രധാനപ്പെട്ട കമ്പോണൻ്റായ ഫ്യൂൽ പമ്പിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ വീഡിയോയിലോട്ട് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്യൂൽ പമ്പ് എന്താണ്? ഫ്യൂൽ പമ്പ് അത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ വാഹനത്തിലെ ഫ്യൂൽ ടാങ്കിലുള്ള ഫ്യൂവലിനെ, അത് പെട്രോൾ ആയിക്കോട്ടെ ഡീസൽ ആയിക്കോട്ടെ, എഞ്ചിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ് ഫ്യൂൽ പമ്പ് ഉപയോഗിക്കുന്നത്. സാധാരണയായിട്ട് 2 ടൈപ്പ് ഫ്യൂൽ പമ്പാണ് ഉള്ളത്. ഒന്ന് മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ്, രണ്ടാമത്തേത് ഇലക്ട്രിക്കൽ ഫ്യൂൽ പമ്പ്. വാഹനത്തിൽ ഫ്യൂൽ പമ്പ് ഇല്ലെങ്കിൽ എഞ്ചിൻ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫ്യൂവൽ എഞ്ചിൻ കമ്പാർട്ട്മെന്റിലോട്ട് എത്തില്ല. അപ്പോൾ ഫ്യൂൽ പമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഫ്യൂൽ ടാങ്കിന് അകത്തായിട്ടാണ് ഫ്യൂൽ പമ്പ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അതായത് വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ഫ്യൂൽ പമ്പിലേക്ക് പാസ് ചെയ്യുകയും കാരണത്താൽ എഞ്ചിനിലേക്ക് ഫ്യൂവലിനെ പമ്പ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഫ്യൂൽ പമ്പിന്റെ വർക്കിംഗ് വരുന്നത്. ഇനി ഫ്യൂൽ പമ്പിന് എന്തെങ്കിലും കംപ്ലൈന്റ് വരികയാണെങ്കിൽ സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത് പവർ ലോസ് സംഭവിക്കാം, അല്ലെങ്കിൽ കാർ ഓവർ ഹീറ്റിംഗ് ഉണ്ടാകാം. അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂൽ ഗേജിൽ ചില വിഷയങ്ങൾ വരാം. അതായത് ഫ്യൂൽ ടാങ്കിൻ്റെ ഉള്ളിൽ ഫ്യൂൽ ഉണ്ടെങ്കിലും അത് നമുക്ക് ഗേജിൽ അത്ര ആക്യുറേറ്റ് ആയിട്ട് അറിയാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ വരാം. പിന്നെ അതുപോലെ തന്നെ വാഹനം സ്റ്റാർട്ട് ആവാത്തൊരവസ്ഥ, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അവസ്ഥ. പിന്നെ അതുപോലെ തന്നെ മൈലേജ് ഷോർട്ട് വരിക. അപ്പോൾ വാഹനത്തിൽ ഈ പ്രോബ്ലംസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അത് ഫ്യൂൽ പമ്പിൻ്റെ കാരണമാകാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഫ്യൂൽ പമ്പ് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫ്യൂൽ പമ്പിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.